ഹായ്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു പ്രോബ്ലം നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമുക്ക് സാമ്പത്തികമായിട്ട് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നല്ല പോളിസികൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഒന്ന്, നമ്മൾ എടുക്കാൻ പോകുന്ന പോളിസിയിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ചോദിച്ച് അറിഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കാരണം കിട്ടുന്ന പോലെ തന്നെ പ്രാധാന്യമുണ്ട് കിട്ടാത്ത കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ നാളെ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോഴാവും അവർ പറയുക അയ്യോ ഇതിന് കിട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടേണ്ടി വരും. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസിയാണോ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നാലാമത്തെ കാര്യം, അതായത് ഈ 3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഏതെങ്കിലും കാരണവശാൽ ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ നെറ്റിൽ കൂടി ഫോണിൽ കൂടെ ഒക്കെ നമ്മൾ പല ഇൻഷുറൻസ് കമ്പനിയുടെയും പോളിസികൾ ഓൺലൈനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ക്യാഷ്ലെസ് സൗകര്യം പല ഹോസ്പിറ്റലുകളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങാനുള്ള സൗകര്യം നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏത് രീതിയിൽ കിട്ടുന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ 5ാമത്തെ കാര്യം, നമുക്കിതിൻ്റെ സർവീസ്, നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ സർവീസ് വേണ്ട ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്ക് സർവീസ് തരാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കറിയാം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും, ബാങ്കുകൾ മുഖാന്തരം എടുക്കാം, പല സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി നമുക്ക് എടുക്കാം. പക്ഷേ ഒരു സർവീസിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അവർ ആദ്യം പറയും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ തരാം, നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ പറയും. അതല്ല യഥാർത്ഥത്തിൽ ഒരു ഇൻഷുറൻസിൻ്റെ സർവീസിന് വേണ്ടത്. ഒരു നല്ല അഡ്വൈസറിൽ നിന്ന്, നന്നായിട്ട് സർവീസ് തരുന്ന ഒരു അഡ്വൈസറിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പണം നമ്മുടെ പോക്കറ്റിലേക്ക് എത്തുന്നത് വരെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടും ഒരു അഡ്വൈസർ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എന്ന് മാത്രമല്ല സർവീസ് വേണ്ട ഏതൊരു സാധനം വാങ്ങുമ്പോഴും നിങ്ങൾ എപ്പോഴും നല്ലൊരു അഡ്വൈസറുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.